അല്ലെ? ആദിപരാശക്തിയായിരിക്കുന്നതായ എന്നെ തന്നെയാണല്ലോ വർഷങ്ങളായിട്ട് നിങ്ങൾ ആരാധിച്ചു പോരുന്നത്, അല്ലേ അപ്പന്മാരെ? അല്ലേ? എങ്കിലും എല്ലാ ശക്തികളുടെയും ഭാവം, അല്ലെ, എല്ലാ ജീവജാലങ്ങൾക്കുമുള്ളതായ ഭാവം ഞാൻ തന്നെയല്ലേ? ശിവന് പോലും ചലിക്കണമെങ്കിൽ ഞാൻ വേണം, അല്ലെ? ശക്തിയില്ലെങ്കിൽ ശിവന് ചലനമുണ്ടാകില്ലല്ലോ, അല്ലെ? ആയത് വണ്ണം അങ്ങനെയുള്ളതായ നിങ്ങൾ എന്നിരിക്കുന്നതായ പുരുഷാർത്ഥം എന്നിരിക്കുന്നതായ, അല്ലെ, കർമാർത്ഥരോപമോക്ഷമായിരിക്കുന്നതായ ചതുർവിധമായിരിക്കുന്നതായ പുരുഷാർത്ഥത്തെ നേടണമെങ്കിൽ, അല്ലെ, മാതാവിന്റെ പാദപങ്കിലങ്ങളിൽ ഒന്ന് വീണുകൊണ്ട് കളിക്കണം. ആയത് വണ്ണം ഇപ്പത്തെങ്കിൽ ഒന്ന് അന്തർദാനം ചെയ്യാം. എവിടെയാണ് മാതാവ് ഒന്ന് ശയിക്കേണ്ടത്? നിങ്ങൾ ഏവരും കെട്ടിത്തീർത്തിരിക്കുന്നതായ ഈ പള്ളിയറക്കകത്താണോ മാതാവ് ശയിക്കേണ്ടത്? അതോ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്നതായ നിങ്ങളെന്ന ശരീരമെന്ന ക്ഷേത്രം, അല്ലെ, ഹൃദയമെന്നിരിക്കുന്നതായ ആ ശ്രീകോവിലെങ്കിൽ അല്പത കൊണ്ട് ശയിക്കാം, അല്ലേ അപ്പന്മാരെ? അത് വണ്ണം നിഷ്കളങ്ക ഭക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ നിങ്ങളുടേതായ ഓരോരുത്തരുടേതായ ആ കരകളഞ്ഞ മനസ്സിങ്കിൽ ഒന്ന് ശയിക്കട്ടോ മാതാവ്. ലോകത്തെ മഴാരോഗങ്ങളും ഇപ്പൊ ചെയ്യാം, അല്ലെ?